മരിച്ച ലാസറിനെ ഉയിർപ്പിച്ച കർത്താവ് ലാസറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ലാസറിൻ്റെ സഹോദരിമാർ കർത്താവിന് ഉണ്ടാക്കി നൽകിയ പലഹാരമാണ് കൊഴുക്കട്ട. അതിൻ്റെ ഓർമ്മയ്ക്കായാണ് നാം കൊഴുക്കട്ട ശനി ആചരിക്കുന്നത്. കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ അരി കുതിർത്തെടുത്തിട്ട് പച്ചരി കുതിർത്തെടുക്കുക. എന്നിട്ട് അത് നമ്മൾ കുറച്ച് തരിയോടെ കൂടെ പൊടിച്ചെടുക്കുക. എന്നിട്ട് വറുത്തെടുക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെല്ലം നമുക്ക് ആദ്യമായിട്ട് ഇത് ഉരുക്കിയെടുക്കണം. വെല്ലം ഉരുക്കുമ്പോൾ ഉരുക്കിയെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതിൽ കല്ലും മണലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് അരിച്ചെടുക്കാനേ വൃത്തി ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ അത് കല്ലൊക്കെ കടിക്കും. അത് കാരണം ആദ്യം വെല്ലം ഉരുക്കി അരിച്ചെടുക്കുക. അതിലേക്ക് തേങ്ങ, ജീരകം, ഏലക്ക എന്നിവ പൊടിച്ച് ചേർത്തിട്ട് തേങ്ങ അതിലെ വെല്ലത്തിലേക്ക് ഇട്ട് തേങ്ങ പൊടിച്ച സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കുക. വെള്ളം വറ്റിയെടുക്കുന്ന രീതിയിൽ എടുക്കുക. പിന്നെ നമ്മൾ അരിപ്പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കുക. അരിപ്പൊടി കുഴയ്ക്കാനുള്ള തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പും കുറച്ച് നെയ്യും ചേർക്കാം. എന്നിട്ട് അരിപ്പൊടി നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുക. തണുത്തതിന് ശേഷം കുഴച്ചെടുക്കുക. അധികം വെള്ളം ഇല്ലാണ്ട് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന പാകത്തിൽ കുഴച്ചെടുക്കുക. പിന്നീട് ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുത്ത് നമ്മളുണ്ടാക്കിയ ഫില്ലിങ്ങും കൂടെ അതിലേക്ക് വെച്ചിട്ട് നല്ല വൃത്തിയിൽ ഉരുട്ടിയെടുത്ത് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കുക. കൊഴുക്കട്ട റെഡി. ഉരുട്ടിയെടുത്ത കൊഴുക്കട്ടകൾ നമ്മളിതാ ഇഡ്ഡലി ചെമ്പിൽ ആവിക്ക് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറിനുള്ളത് വെന്ത് കിട്ടും. ഗ്യാസ് അടുപ്പിലോ സാധാരണ അടുപ്പിലോ വെക്കാം. ഞങ്ങൾ സാധാരണ അടുപ്പിലാണ് വെക്കാറുള്ളത്. പിന്നെ ഗ്യാസിനൊക്കെ വില കൂടിയതുകൊണ്ട് ഇപ്പോൾ സാധാരണ അടുപ്പ് തന്നെയാണ് സ്ഥിരമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതാ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റ് നേരം വേവിച്ച് ഞാൻ ഇതെടുത്ത് മുറിച്ച് നോക്കി നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.